പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കാണെന്ന് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ആദ്യം തന്നെ ഏറ്റെടുത്തിരുന്നു. ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത്. ഞങ്ങൾ എന്ന് പറയുന്നത് ഈ കശ്മീരിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രാദേശിക തീവ്രവാദ സംഘടനയാണ് എന്നാണ് നിലപാടെടുത്തത്. ഇന്ത്യ ശക്തമായ നിലപാട് കടുപ്പിച്ചതോടുകൂടി ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്വമില്ല, ഞങ്ങളുടെ സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ആരോ പ്രചരിപ്പിച്ചതാണെന്ന്. എന്തു നമ്മൾ മനസ്സിലാക്കുക? അല്ല, ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം വാർത്ത വന്നതിന് ശേഷം 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവരിപ്പോൾ ഇത് തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ അവർ കേന്ദ്ര സർക്കാർ 370 വകുപ്പ് പിൻവലിക്കുകയും കാശ്മീരിനുള്ള പ്രത്യേക അവകാശ പദവികളെല്ലാം മാറ്റുകയും ചെയ്ത സമയത്ത് അതിനെതിരെ രൂപം കൊണ്ടൊരു സംഘടനയാണ് TRF എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട്, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന TRF കാശ്മീരിലെ പ്രാദേശിക ഭാഗത്തെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ തീവ്രവാദ സംഘമായിട്ട് രൂപപ്പെടുകയും ചെയ്തതാണ്. കുറച്ച് ആളുകളൊക്കെ അവരുടെ കൂടെയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പഹൽഗാമിലെ ഈ അക്രമത്തിന് ശേഷം അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ ഇവരാണ് യഥാർത്ഥത്തിൽ ഇത് നടത്തിയത് എന്നുള്ളൊരു വിശ്വാസം പരത്തിയിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് വളരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കാൻ തീരുമാനിക്കുകയും ആ നിലപാടുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാശ്മീരിനകത്ത് ഒരിടത്ത് പോലും ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന നിലക്ക് പ്രവർത്തിച്ചിരുന്ന ആളുകളോ അവരെ സഹായിച്ചിരുന്ന ആളുകളോ ജീവനോടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. 1. 2, ഇപ്പോൾ പൊതുവെ കാശ്മീരിലെ വികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പമാണ്, ഇന്ത്യൻ സർക്കാരിനൊപ്പമാണ്, മോദി സർക്കാരിനൊപ്പമാണ്. മുൻപുള്ളത് പോലെ ഉള്ള ഒരു സംഭവമല്ല ഈ പഹൽഗാം അക്രമത്തിന് ശേഷം അവിടുത്തെ ആളുകളുടെ ഇടയിലുണ്ടായിരിക്കുന്ന വികാരം. അവരിപ്പോൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുവിധം സ്വസ്ഥമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് തുടങ്ങുന്നു, ഞങ്ങളുടെ ടൂറിസം വളരുന്നു, ഞങ്ങൾക്ക് പണം ആവശ്യത്തിന് ലഭ്യമാകുന്നു, സമാധാനപൂർവ്വമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ സാധ്യതകൾ ഒരുങ്ങി വരുന്നു. ആ സമയത്ത് ഭീകരർ അത് തകർക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തകർക്കാനായിട്ട് അവർ ശ്രമിച്ചതെന്ന് പറയുന്ന ഒരു വികാരം അവരുടെ അടുത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടുത്തെ ചില ആളുകൾ ഈ ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ പേര് രക്തസാക്ഷിയാകുകയും ചെയ്ത് നമുക്കറിയാവുന്നതല്ലേ, തദ്ദേശീയരായിട്ടുള്ള. അതെ. അപ്പോൾ അവരങ്ങനെ അവർ തയ്യാറായി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ് ഇവർ തകർക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുക. ഇത് ഭീകരവാദത്തിനെതിരായ ഒരു കാശ്മീർ വികാരമായി വളരുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ TRF ഇപ്പോൾ ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദികൾ, ഞങ്ങളുടെ സൈറ്റ് ആരോ ഹാക്ക് ചെയ്ത് ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികളെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവരൊരു കാര്യം മറന്നു. അവർക്ക് വേണമെങ്കിൽ അന്ന് തന്നെ ചെയ്യാമായിരുന്നു, നിഷേധിക്കാമായിരുന്നു, ഞങ്ങളല്ലെന്നുള്ളത്. അത് പക്ഷേ അവർ ചെയ്തില്ല. അതിന് പകരം 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വരുന്നതെന്നുള്ളതിൻ്റെ പേരിൽ അവരുടെ പ്രസ്താവന സംശയകരമാണ് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ. ലഷ്കർ ഇ തൊയ്ബയുടെ ഈ പ്രോക്സിയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവർ കാശ്മീരിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. കാശ്മീരിലെ 370 ആർട്ടിക്കിൾ എടുത്ത് കളഞ്ഞതോടുകൂടിയാണ് പ്രശ്നരംഗത്തേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ലഷ്കർ ഇ തൊയ്ബ പരിശീലനം നൽകിയ ആൾക്കാരാണ് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിലുള്ളത്. മാത്രമല്ല അവർ കശ്മീരികളായ ചിലർ പാകിസ്ഥാനിൽ പോയി അവിടെ വെച്ച് പരിശീലനം നേടുകയും ചെയ്തിട്ട് തിരിച്ചു വന്നു. ഈ 2 പേരും ഈ പറയുന്ന വെടിവെച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ വീടുകൾ കശ്മീരിലെ ഭരണകൂടം ജനങ്ങൾ തീ വെച്ച് നശിപ്പിക്കുന്നു, കല്ലെറിഞ്ഞ് നശിപ്പിക്കുന്നു. അപ്പം സാർ പറഞ്ഞതുപോലെ ഈ TRFൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ നിലനിൽപ്പിന് വലിയ ഭീഷണി തദ്ദേശീയരായ നാട്ടുകാരിൽ നിന്നുണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൂറിസം വരുമാനത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അപ്പോൾ ഇന്ത്യക്കെതിരെ എന്ന് പറയുന്ന ഒരു വികാരം പാകിസ്ഥാൻ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം അതിനെ എതിർക്കുകയാണെങ്കിൽ TRFന് നിലനിൽപ്പില്ല. അപ്പം ഈ പറയുന്ന കാശ്മീരിന് ഒടുവിൽ പാകിസ്ഥാന് ഒടുവിൽ സമ്മതിക്കേണ്ടി വരില്ലേ TRF അല്ല ചെയ്തത്, ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന്? അല്ല, അത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, കാശ്മീരിലെ മുൻപുള്ള പല ഏറ്റുമുട്ടലുകളും നമ്മളുടെ ജവാന്മാർ ഇന്ത്യൻ പട്ടാളക്കാരെ ഉപദ്രവിക്കുന്നോ അല്ലെങ്കിൽ കൊല്ലുന്നോ ആയിരുന്നു. ഇന്ത്യൻ പട്ടാളക്കാരെ ആക്രമിക്കുന്ന സമയത്ത് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അതിൻ്റെ കാഴ്ചക്കാരായി നിന്നേക്കാം. അവർക്ക് ഇന്ത്യൻ പട്ടാളക്കാരോട് ചിലപ്പോൾ വലിയ ആഭിമുഖ്യം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പട്ടാളത്തെ അല്ല ഭീകരവാദികൾ വെടിവെച്ച് വന്നത്, ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെയാണ്. ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം അവർ എത്രമാത്രം കൂടുതൽ വരുന്നു അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ആഹ്ലാദവും സന്തോഷവും കടന്നു വരുന്നവരാണ്. തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആഹ്ലാദവും സന്തോഷവും കൊണ്ടുവരുന്ന ഈ അതിഥികളെ കൊന്ന
ആളുകളെ ഒരു കാരണവശാലും അവർ മാപ്പ് കൊടുക്കാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവിടുത്തെ ആളുകൾ ഇളകി ഈ ഭീകരവാദികളെ സഹായിക്കുന്നെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള രണ്ടാളുകൾ വീടൊക്കെ തല്ലിപ്പൊളിക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്ത് അതിനെ പ്രാദേശിക ഭരണകൂടം അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. മുമ്പ് ഇന്ത്യൻ പട്ടാളത്തിനെതിരെ അവർ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ, ആ ഭീകരപ്രവർത്തനങ്ങളിൽ ഒന്നില്ലെങ്കിൽ നിഷ്പക്ഷമായ നിലപാട്, അല്ലെങ്കിൽ ഈ ടെററിസ്റ്റുകളുടെ ഒരു ചായ്വുള്ള മനസ്ഥിതി ആണ് പൊതുവെ അവിടെ രൂപപ്പെട്ടു വന്നിരുന്നതെന്ന് വെച്ചാൽ കാശ്മീരികൾക്ക് അങ്ങനത്തെ ഒരു മനസ്സാണ് ഉണ്ടായിരുന്നു. ആ മനസ്സല്ല ഇപ്പോൾ വന്നിരിക്കും. ഇപ്പോൾ കാശ്മീരികൾ സമ്പൂർണ്ണമായിട്ട് ഈ ടെററിസ്റ്റുകൾക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. പുതിയ ഡെവലപ്മെൻറ്റ്സ് അവർ പറയുന്നു, TRF പറയുന്നു, ഞങ്ങളല്ല അതൊക്കെ ചെയ്ത്, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങളുടെ സൈറ്റ് ആരോ ഹാക്ക് ചെയ്യുകയും അവരെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്നവർ വിളിച്ചു പറയുന്നു. ശരി, അപ്പോൾ പിന്നെ ആരാണ് ചെയ്തത്? അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനാണ് ചെയ്തതെന്ന് തെളിയിക്കപ്പെടുകയാണ്. പാകിസ്ഥാൻ്റെ തെളിവ്, അതായത് പാകിസ്ഥാൻ ഇത് ചെയ്തു എന്നതിൻ്റെ തെളിവ് ഇതിലൂടെ രേഖപ്പെടുത്തപ്പെടും. ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഭീകരമായ പ്രവർത്തനം നടത്തിയത് ആരാണോ അവരെ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും അവനെ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അവനെ ആവശ്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ TRF കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ തന്നെ, പ്രാദേശികമായിട്ട് അന്വേഷിച്ചാൽ തന്നെ ഈ പുറത്ത് പോയി പരിശീലനം നേടിയ, പാകിസ്ഥാനിൽ പോയി നേടിയവരെ കുറിച്ച് അറിയാൻ പറ്റും. അവരുടെ കൂടെ മറ്റാരൊക്കെ പോയി എന്നറിയാം. അതുകൊണ്ടാണല്ലോ 2 വീടുകൾ തല്ലി തകർത്ത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് അവരുടെ പങ്ക് ലോകത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കില്ലേ വീണ്ടും വീണ്ടും പ്രകോപനപരമായ പ്രസംഗം നടത്തി ഇന്ത്യയിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്താൽ പിന്നെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളങ്ങ് പോകാമല്ലോ. എന്തായാലും സാമ്പത്തികം തകർന്നില്ല. അല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന രാഷ്ട്രം ഇപ്പോൾ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഒരിക്കലും ഇത് പാകിസ്ഥാൻ ചെയ്തതാണെന്ന് സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ചെയ്തതാണ് എന്നതിന് ഒരു തെളിവുണ്ടാക്കാനായിട്ട് അവർ തയ്യാറാവുകയുമില്ല. അപ്പോൾ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വലിയ കൺഫ്യൂസറായിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആളുകൾക്ക് തോന്നും TRF ആണോ? TRF ഞങ്ങളല്ല എന്ന്. അപ്പോൾ പിന്നെ ആരെന്ന് പറയുന്ന അന്വേഷണം പോകുമ്പോഴാണ് ആ അന്വേഷണം നേരെ പാകിസ്ഥാനിലേക്ക് ചെല്ലാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതിനിടയ്ക്ക് ഒരുപാട് സംഭവവാസങ്ങളൊക്കെ നടന്നു പോവുകയും വേണമെങ്കിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയൊക്കെ ചെയ്യുകയും ആ വിഷയം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് മാച്ചുകളയപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതൊരു സ്ട്രാറ്റജിയാണ്, തന്ത്രമാണ്. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബഹളങ്ങൾ, കലാപങ്ങളൊക്കെ. കാരണം സംഭവം നടന്നു, നമ്മൾ 27 പേർ നഷ്ടമായി, അവരുടെ കണ്ണീർപ്പാടുകൾക്ക് ഒരു കാലത്തും മാപ്പില്ല. പക്ഷേ പിന്നീട് ഓരോ ദിവസവും പുതിയ സംഭവവാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ, ജനങ്ങളുടെ വികാരം ആ പുതിയ സംഭവവാസങ്ങളിലേക്ക് കടന്നു കയറും. ഇതാണല്ലോ ഇവരെല്ലാം സ്ട്രാറ്റജിയാണ്. ആത്യന്തികമായിട്ട് നടന്ന കാര്യത്തിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന പുതിയ സംഭവ വികാസങ്ങൾ, അതിൻ്റെ വലിയ ഘോഷയാത്രകൾ തന്നെ നടക്കുമ്പോൾ ആളുകൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചതെന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യില്ല, അറിയാൻ പാടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പരിപാടികളിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് കൂടി യഥാർത്ഥത്തിൽ ഇതിനകത്ത് കാണണം. അതുകൊണ്ട് TRFൻ്റെ ഇപ്പോഴുള്ള പ്രസ്താവനത്തെ ഒരു കാരണവശാലും സത്യസന്ധമായിട്ടുള്ളൊരു പ്രസ്താവനയായി വിലയിരുത്താൻ പാടില്ല. ഇവരെല്ലാവരും കൂടിച്ചേർന്ന് ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഗൂഢാലോചനയും പ്രവർത്തനമൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തുകയും നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പോലെയുള്ളതായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കും കടക്കണം എന്നുള്ളതാണ്. അതായത് എന്നും ഈ കാശ്മീർ താഴ്വര എന്ന് പറയുന്നത് ഭീകരവാദികൾക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്നായി മാറാൻ പാടില്ല.